പുതിയൊരു ട്രേഡിംഗ് ആഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ജനുവരി 12-ന് വ്യാപാരം ആരംഭിക്കുമ്പോൾ നിക്ഷേപകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. TCS, HCL ടെക്നോളജി പോലെയുള്ള IT ഭീമന്മാരുടെ മൂന്നാം പാദത്തിലെ പ്രവർത്തന റിപ്പോർട്ട്, അതായത് Q3 റിസൾട്ടുകൾ ഈ ആഴ്ച പുറത്തുവരും. അതുപോലെ മറ്റു ചില കമ്പനികൾക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഡിവിഡന്റ് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളും മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് മിനിറ്റുകളിൽ ജനുവരി 12-ന് തുടങ്ങുന്ന ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട, അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട 5 ഓഹരികൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അവയ്ക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഏർണിംഗ്സ് റിപ്പോർട്ട്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഡിവിഡന്റ് തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ ലളിതമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തരം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. 5 ഓഹരികളിൽ ആദ്യത്തെ ഓഹരി ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്, TCS റിസൾട്ടുകൾക്കായിട്ട് കാർത്തോർത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയായിട്ടുള്ള TCS ജനുവരി 12-ന് അവരുടെ മൂന്നാം പാദത്തിലെ സാമ്പത്തിക ഫലങ്ങൾ പ്രഖ്യാപിക്കും. നിഫ്റ്റിയിലും സെൻസെക്സിലും വലിയ സ്വാധീനമുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ TCSന്റെ ഫലങ്ങൾ വിപണി മൊത്തത്തിൽ ഉറ്റുനോക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഫലപ്രഖ്യാപനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. റവന്യൂ, നെറ്റ് പ്രോഫിറ്റ്, മാനേജ്മെന്റിന്റെ ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. ഒരു കമ്പനി ഓരോ 3 മാസം കൂടുമ്പോഴും അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെയാണ് ബേസിക്കലി ഏർണിംഗ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ കമ്പനിയുടെ ആകെ വരുമാനവും എല്ലാ ചെലവുകളും കഴിഞ്ഞ് കയ്യിൽ കിട്ടിയ ലാഭവും ഇവയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. വിപണിയുടെ പ്രതീക്ഷകളെക്കാൾ മികച്ച നമ്പറുകളാണ് TCS പുറത്തുവിടുന്നതെങ്കിൽ അത് ഓഹരി വിലയിൽ ഒരു കുതിച്ചുചാട്ടത്തിന് കാരണമായേക്കാം. അതേസമയം പ്രതീക്ഷിച്ചാലും മോശം ഫലമാണ് വരുന്നതെങ്കിൽ വിലയിൽ ഇടിവും സംഭവിക്കും. നമ്പറുകൾക്കപ്പുറം യൂറോപ്പിലെയും അമേരിക്കയിലെയും ബിസിനസ് സാഹചര്യങ്ങളെ കുറിച്ച് മാനേജ്മെന്റ് എന്താണ് പറയുന്നത് എന്നും വളരെ നിർണായകമാണ്. ഇതോടൊപ്പം TCS ഇടക്കാല ലാഭവിധം, ഡിവിഡന്റ് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ഇതിന്റെ റെക്കോർഡ് തീയതി ജനുവരി 17 ആയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. TCSന്റെ ഇപ്പോഴത്തെ ആ ഒരു ടെക്നിക്കൽ ചാർട്ട് നമുക്ക് നോക്കി പോവാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഓഹരി HCL ടെക്നോളജീസ് ആണ്. IT മേഖലയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഓഹരിയും വരുന്നത്. HCL ടെക്നോളജീസും അവരുടെ മൂന്നാം പാദ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നത് ജനുവരി 12-ന് തന്നെയാണ്. ഒരേ ദിവസം 2 വലിയ IT കമ്പനികളുടെ ഫലം വരുമ്പോൾ നിക്ഷേപകർ സ്വാഭാവികമായിട്ടും ഇവയെ തമ്മിൽ താരതമ്യം ചെയ്യും. ഇത് IT മേഖലയുടെ മൊത്തത്തിലുള്ള ആരോഗ്യസ്ഥിതിയെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം കൂടി നമുക്ക് മുന്നിലേക്ക് എത്തിക്കും. HCLന്റെ കാര്യത്തിൽ വരുമാനത്തിലും ലാഭത്തിലും വളർച്ചയാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് മാർജിനുകളാണ്. അതായത് 100 രൂപ വരുമാനം ഉണ്ടാക്കാൻ കമ്പനി എത്ര രൂപ ചെലവാക്കി, ബാക്കി എത്ര ലാഭം കിട്ടി എന്ന് കാണിക്കുന്ന ആ ഒരു കണക്കാണിത്. ജീവനക്കാരുടെ ശമ്പള വർധനവ് പോലെയുള്ള അധിക ചെലവുകൾ ഉണ്ടായിട്ടും കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ മെച്ചപ്പെടുമോ എന്നതാണ് വിപണി ഉറ്റുനോക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ വിപണിയിൽ അതൊരു പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം HCL ടെക്നോളജീസിന്റെ ബോർഡ് ഓഫ് ഡയറക്ടർമാർ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള 4ാമത്തെ ഇടക്കാല ഡിവിഡന്റ് നൽകുന്ന കാര്യവും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. HCL ടെക്നോളജീസിന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മൂവിംഗ് ആവറേജുകളൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട 3ാമത്തെ സ്റ്റോക്ക് നമുക്ക് നോക്കാം. IT-യിൽ നിന്ന് നമുക്ക് ബാങ്കിംഗ് സെക്ടറിലേക്ക് വരാം. നമ്മുടെ 3ാമത്തെ ഓഹരി കൊട്ടാക് മഹീന്ദ്രയാണ്. ഈ ആഴ്ച വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റ് കാരണമാണ്. ഇതിന്റെ റെക്കോർഡ് തീയതിയായിട്ട് ജനുവരി 14 നിശ്ചയിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ്? നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാം. കൊട്ടാക് ബാങ്ക് പ്രഖ്യാപിക്കുന്നത് 1:5 അനുപാതത്തിലുള്ള ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. ഇതിനർത്ഥം 5 രൂപ മുഖവിലയുള്ള ഒരു കൊട്ടാക് ബാങ്കിന്റെ ഓഹരി 1 രൂപ മുഖവിലയുള്ള 5 ഓഹരികളായിട്ട് വിഭജിക്കപ്പെടും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ 2000 രൂപ വിലയുള്ള കൊട്ടാക് ബാങ്കിന്റെ ഒറ്റ ഓഹരി ഉണ്ടെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം നിങ്ങളുടെ കയ്യിൽ 5 ഓഹരികൾ ഉണ്ടാവും. ഇത് ഓരോ ഓഹരിയുടെയും വില ഏകദേശം 400 രൂപയായിരിക്കും. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഓഹരികളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും മൊത്തം നിക്ഷേപത്തിന്റെ മൂല്യത്തിൽ കാര്യമായ മാറ്റം വരുന്നില്ല. കയ്യിലുള്ള 500 രൂപയുടെ നോട്ട് മാറ്റി 100 രൂപയുടെ 5 നോട്ടുകൾ വാങ്ങുന്നത് പോലെ സിമ്പിളായ കാര്യമാണ്. ഈ ബേസിക്സ് ഞാൻ പുതിയ ഇൻവെസ്റ്റർമാർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ നമുക്ക് തോന്നുന്ന വലിയ ഒരു ബേസിക് ഡൗട്ടാണ്, എന്തിനാണ് കമ്പനികൾ ഇങ്ങനെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഓഹരി വില കുറച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ ഇതുവഴി സാധിക്കും. റെക്കോർഡ് തീയതി ജനുവരി 14 ആരുടെ എല്ലാ ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഓഹരികൾ ഉള്ളത് അവർക്ക് ഈ സ്പ്ലിറ്റിന്റെ ആനുകൂല്യം ലഭിക്കും. അപ്പൊ കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റിന് ശേഷം മഹീന്ദ്രയുടെ സ്റ്റോക്കിന്റെ വാല്യൂ കൃത്യമായിട്ടും മാറുന്നുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കി പോകാം. ഇനി നമുക്ക് 4ാമത്തെ ഓഹരിയിലേക്ക് കടക്കാം. SKM എഗ് പ്രൊഡക്ട്സ്. ഈ 4ാമത്തെ ഓഹരി ഒരുപക്ഷെ പലർക്കും അത്ര പരിചയമില്ലാത്ത ഒന്നായിരിക്കും. SKM എഗ് പ്രൊഡക്ട്സ് മുട്ടയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ ഓഹരി നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് കമ്പനിയുടെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തന മികവാണ്. കഴിഞ്ഞ പാദഫലങ്ങളിൽ കമ്പനിയുടെ അറ്റാദായത്തിൽ ഏതാണ്ട് 177% വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. രണ്ടാമത്തെ കാരണം ഈ കമ്പനിയും ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
SKM Egg Products 1:2 അനുപാതത്തിലുള്ള സ്പ്ലിറ്റ് ആണ് നടത്തുന്നത്. ഇതിന്റെ റെക്കോർഡ് തീയതി ജനുവരി 12 ആണ്. അതായത് 10 രൂപ മുഖവിലയുള്ള ഓഹരി 5 രൂപ മുഖവിലയുള്ള 2 ഓഹരികളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ശക്തമായിട്ടുള്ള ലാഭ വളർച്ചയും സ്റ്റോക്ക് സ്പ്ലിറ്റും ഒരേ സമയം വരുമ്പോൾ അത് നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് സെലക്ട് ചെയ്ത് പരിശോധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മൂവിംഗ് ആവറേജുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു എൻട്രി പോയിന്റ് കണ്ടെത്തുകയും സ്പ്ലിറ്റിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഈ സ്റ്റോക്ക് കൂടി ആഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 5ാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. NLC ഇന്ത്യ. ലാഭവിഹിതത്തിനായിട്ട് ഒരു വെയിറ്റിംഗ് ആണ്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ഓഹരിയാണ്. പൊതുമേഖലാ സ്ഥാപനമാണ് NLC ഇന്ത്യ അഥവാ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ. ഊർജ്ജ ഖനന മേഖലയിൽ പ്രവർത്തിക്കുന്ന നവരത്ന കമ്പനിയാണിത്. NLC ഇന്ത്യയെ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിക്കാൻ കാരണം കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ജനുവരി 12 ഒരു യോഗം ചേരുന്നുണ്ട് എന്നതാണ്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ ഒരു യോഗം വിളിക്കുന്നത്. അപ്പോ എന്താണ് ഈ ലാഭവിഹിതം അഥവാ ഒരു ഡിവിഡൻഡ് എന്ന് അറിയാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് കൊടുക്കാം. ഒരു കമ്പനി അവരുടെ ലാഭത്തിന്റെ ഒരു ഭാഗം കമ്പനി ഓഹരി ഉടമകൾക്ക് വീതിച്ചു നൽകുന്നതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഇടത്തരം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഡിവിഡൻഡ് നൽകുന്ന NLC ഇന്ത്യ പോലെയുള്ള ഓഹരികൾ വളരെ ആകർഷണീയമാണ്. ഡിവിഡൻഡ് പ്രഖ്യാപനവും അതിനോടനുബന്ധിച്ചുള്ള വലിയ വലിയ ചലനങ്ങളും കാരണം NLC ഇന്ത്യ ഈ ആഴ്ച നിക്ഷേപകരുടെ ശ്രദ്ധാകേന്ദ്രമാകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കൂടി നമ്മുടെ വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്തി വെക്കാം. NLC ഇന്ത്യയുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. അപ്പൊ ഈ ആഴ്ച നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട 5 സ്റ്റോക്കുകളാണ് ഇവിടെ പറഞ്ഞു പോയത്. അപ്പൊ ജനുവരി 12 ആരംഭിക്കുന്ന ഈ ഒരു ട്രേഡിംഗ് വീക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 ഓഹരികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഒന്നാമതായിട്ട് TCS 3ാം പാദ ഫലങ്ങളും ഡിവിഡൻഡ് പ്രഖ്യാപനവും പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് HCL ടെക് റിസൾട്ടുകളും മാർജിനുകളിലെ പ്രകടനവും നല്ലൊരു എൻട്രി തരാൻ സാധ്യതയുണ്ട്. കൊടാക് മഹീന്ദ്ര ബാങ്ക് 1:5 സ്റ്റോക്ക് സ്പ്ലിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ SKM Egg Products ഔട്ട് ഓഫ് ദ ബോക്സ് സെലക്ഷൻ ആണ്. മികച്ച ലാഭവും 1:2 സ്റ്റോക്ക് സ്പ്ലിറ്റും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അതുപോലെ തന്നെ NLC ഇന്ത്യ ഇടക്കാല ലാഭവിഹിതം സംബന്ധിച്ച് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അതിലൊരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഈ ഓഹരികളെ പരിചയപ്പെടുന്നതിനൊപ്പം ഏർണിംഗ്സ് റിപ്പോർട്ട്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഡിവിഡൻഡ് പോലെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ലളിതമായിട്ട് പറഞ്ഞുപോയി. ഈ ഓഹരികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. അടുത്ത ആഴ്ച പുതിയ ചില സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.